ഹായ്, ഇത് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ചോദ്യം വായിക്കാം. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെയുള്ളത് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പോൾ ഡിസ്കൗണ്ടിനെ പറ്റി അറിയുമ്പോൾ ഡിസ്കൗണ്ട് പറയുക മാർക്കറ്റ് പ്രൈസിലാണ്, പരസ്യ വിലയിലാണ്. അതായത് നമ്മളൊരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഷർട്ടിൻ്റെ പാൻറ്റിൻ്റെ ഒക്കെ മുകളിൽ ടാഗ് ചെയ്തിട്ടൊരു വിലയുണ്ടാവും. അപ്പോൾ കച്ചവടക്കാരൻ പറയും നമ്മളോട് അത് ആ വില തരണ്ട, അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് പറയും. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതുന്ന വിലയാണ് മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ പരസ്യ വില എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ വില മാർക്ക് ചെയ്ത വില. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം കുറച്ച് കിട്ടുന്ന പൈസ മാത്രമേ നമ്മളവിടെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ്, ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കാര്യം പരസ്യ വിലയിലാണ് കണ്ടെത്തുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലാഭം നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നത് വാങ്ങിയ വിലയിലാണ്. അതേപോലെ ഡിസ്കൗണ്ട് പരസ്യ വിലയിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. 840 രൂപ വിലയുള്ള സാധനം 714 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എത്ര രൂപ വില കുറച്ചിട്ടാണ് വിൽക്കുന്നത്? വിലക്കുറവ് എത്രയുണ്ട് നോക്കിയാൽ, വിലക്കുറവ് നമുക്ക് കിട്ടുന്നത് 840 നിന്ന് 714 കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇത് 26 വരും. 126 രൂപ വില കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അത്രയാണ് കുറവ്. ആ കുറവ് ഏതിലാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? പരസ്യ വിലയിൽ, മാർക്കറ്റ് പ്രൈസിൽ, ആ വിൽപ്പനയ്ക്ക് വെച്ച വിലയിൽ. അതായത് എന്താ കണ്ടുപിടിക്കുക? ഈ വിലക്കുറവ് ബൈ, അതായത് ഞാൻ ഇവിടെ എഴുതാം, വിലക്കുറവ് ബൈ പരസ്യ വില, മാർക്ക് ചെയ്ത അതിന്റെ പുറത്ത് എഴുതിയിട്ടുള്ള വില ഇൻറ്റു 100% നമ്മളുടെ ഡിസ്കൗണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക? 126 ബൈ 840 ഇൻറ്റു 100%. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ഈ പൂജ്യവും നമുക്ക് പോയി. ഈ 10ൽ 2 ചുരുക്കിയാൽ നമുക്ക് 5 കിട്ടും. 84 നമുക്ക് 42 കിട്ടും. ഈ 126ൽ 42 നമുക്ക് 3 കിട്ടും. 3 ഇൻറ്റു 5 നമുക്ക് ഉത്തരം 15, അതായത് 15%. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും ഓപ്ഷൻ ബി എന്ന് കിട്ടും. അപ്പൊ വില കുറവ് കണ്ടുപിടിക്കുക ബൈ പരസ്യ വില ഇൻറ്റു 100%, 100%. ഓക്കെ.